ഭാരതം ശ്രീലങ്ക 5ാം T20 മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മുതലാണ് പോരാട്ടം. ആദ്യ 4 കളികളും ജയിച്ച ഭാരതം പരമ്പര തൂത്തുവാരുമെന്ന ആത്മവിശ്വാസത്തിലാണ്. വിവരങ്ങളുമായി കാര്യവട്ടത്തു നിന്നും കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, നമുക്കറിയാം ആദ്യ 4 മത്സരങ്ങളും തൂത്തുവാരി ജയത്തോടെയാണ് ഭാരതം 5ാമത്തെ മത്സരം ഇറങ്ങുന്നത്. എങ്ങനെയാണ് കാര്യവട്ടത്തെ ക്രിക്കറ്റ് ആവേശം? അമൽ, ഒരുപക്ഷെ ഈ വർഷത്തെ ഏകദിന ലോക ചാമ്പ്യന്മാരായ ഭാരത വനിതകളുടെ അവസാനത്തെ മത്സരമാണ് ഇന്ന് കാര്യവട്ടത്ത് നടക്കുന്നത്. അതൊരു ചരിത്ര മത്സരമാകുമോ എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. കാരണം 4-0 മുന്നിലാണ്. ആദ്യ 4 മത്സരങ്ങളും വിജയിച്ചു നിൽപ്പാണ് ഭാരതം. ഇന്നുകൂടി മത്സരം വിജയിച്ചാൽ 5-0 എന്ന നിലയിൽ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാനാകും. 2017 വെസ്റ്റ് ഇൻഡീസിനെ ഭാരത വനിതകൾ 5-0 പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2024 ബംഗ്ലാദേശിനെയും 5-0 പരാജയപ്പെടുത്തി ഭാരതം പരമ്പര തൂത്തുവാരിയിരുന്നു. ഇന്ന് ജയിച്ചാൽ 5-0 ജയിക്കുന്ന ഭാരതത്തിൻ്റെ 3ാമത്തെ പരമ്പര വിജയമായിരിക്കും ഇതെന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ശ്രീലങ്കൻ വനിതകൾ ഇന്നുവരെ ഒരു പരമ്പരയിലും 5-0 പരാജയപ്പെട്ടിട്ടില്ല. ഇന്ന് പരാജയപ്പെട്ടാൽ അവർക്കും അത് ഒരു തിരിച്ചടിയുടെ ചരിത്രമായി മാറും എന്നതാണ്. മറ്റൊന്ന്, സ്മൃതി മന്ദാന 1703 റൺസാണ് ഈ കലണ്ടർ വർഷത്തിൽ ഇതുവരെ നേടിയത്. ഇന്നൊരു പക്ഷേ 62 റൺസ് സ്മൃതി മന്ദാനയ്ക്ക് നേടാനായാൽ ഒരുപക്ഷേ പുരുഷന്മാരുടെ കൂട്ടത്തിലും വനിതകളുടെ കൂട്ടത്തിലും ഈ വർഷം ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമായി സ്മൃതി മന്ദാന മാറും എന്ന കാര്യം ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കുമോ എന്നത്. ഇതിപ്പോൾ ഒരു താരം മാത്രമാണ് 15 സ്ക്വാഡിൽ ഇതുവരെയും ഘളിക്കാതെ പോയത്. അത് തമിഴ്നാടിൻ്റെ താരം 17 വയസ്സുകാരിയായ കമലിനിയാണ്. ഒരുപക്ഷെ കമലിനി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. ഇന്ന് കളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് റിച്ച ഘോഷിനെ പോലെ തകർപ്പനടികളുമായി കളം നിറയുന്ന ഒരു താരത്തിന് പകരമാകുമോ എന്ന കാര്യം സംശയമാണ്. ചിലപ്പോൾ അങ്ങനെ തന്നെയാകാം. ഏതായാലും കമലിനി ഇന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും തന്നെ ഓപ്പൺ ചെയ്യും. സ്വാഭാവികമായും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ കളിക്കും. ഡിയോളിൻ്റെ കാര്യം ഇന്ന് ഉറപ്പില്ല. കാരണം ജമീമ പനി ഭേദമായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ടീമിലേക്ക് എത്തുകയാണെങ്കിൽ ഹർലീൻ ഡിയോൾ പുറത്തിരിക്കും എന്ന് തന്നെ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിച്ച ഘോഷിന് പകരം കമലിനി എത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇന്നലെയും കമലിനിയെക്കുറിച്ച് പറഞ്ഞതാണ്. വെറും 4-5 വർഷങ്ങളുടെ പരിചയം മാത്രമാണ് ക്രിക്കറ്റിലുള്ളത്. കോവിഡ് സമയത്ത് തൻ്റെ സഹോദരനൊപ്പം ബോറടി മാറ്റാൻ ക്രിക്കറ്റ് കളി തുടങ്ങിയ താരമാണ് കമലിനി. വളരെ പെട്ടെന്ന് 2019 ഇന്ത്യൻ സ്ക്വാഡിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഇന്ത്യൻ വനിതകളുടെ 2020 ടീമിലേക്കും എത്തുന്നു. നല്ല സ്ട്രോക്ക് പ്ലെയറാണ് എന്ന് കേൾക്കുന്നു. കളി കാണാൻ ഞങ്ങൾക്കും അതിയായ താല്പര്യമുണ്ട്. അത് കാത്തിരിപ്പിലാണ്. ഹർലീൻ ഡിയോൾ കളിച്ചില്ലെങ്കിൽ ജമീമ ടീമിൽ തന്നെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. അംജോത് കൗർ കളിക്കും, ദീപ്തി ശർമ്മ കളിക്കും. രേണുക സിംഗ് ഒരുപക്ഷെ പുറത്തിരുന്നാൽ അരുന്ധതി റെഡ്ഡി കളിക്കും. പക്ഷേ അരുന്ധതി റെഡ്ഡി കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നു. വിരലിന് പരിക്കേറ്റ ക്രാന്തി ഗൗഡ് തിരിച്ചെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. യുവതാരം വൈഷ്ണവി ശർമ്മ മികച്ച ഫോമിലാണ്. ആകെ 4 മത്സരങ്ങളാണ് കളിച്ചത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലൊക്കെ മികവാർന്ന ബൗളിംഗാണ് വൈഷ്ണവി ശർമ്മ പുറത്തെടുത്തത്. വൈഷ്ണവി ശർമ്മയും ഇന്ന് ടീമിൽ കളിക്കും എന്ന് ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു മികച്ച മത്സരം ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ടോസ് കിട്ടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കാരണം മഞ്ഞിൻ്റെയൊക്കെ സാധ്യത നിലനിൽക്കുന്നതിനാൽ, ഈർപ്പം നിലനിൽക്കുന്നതിനാൽ ചേസ് ചെയ്യാൻ ആയിരിക്കും ടീം ശ്രമിക്കുക. പക്ഷേ ഭാരതം ടോസ് കിട്ടിയാൽ ബാറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ശ്രീലങ്കയും അതിന് തന്നെയാണ് ശ്രമിക്കാൻ സാധ്യത. കാരണം ആദ്യ 3 മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു പോയ ടീമാണ് ശ്രീലങ്ക. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പൊരുതി കളിച്ചു എന്നത് എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ അവർ ചേസ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുക. ആരാധകർ ശരിക്കും ആഗ്രഹിക്കുന്നത് ടോസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഭാരതം ആദ്യം ബാറ്റ് ചെയ്യണം. കഴിഞ്ഞ മത്സരത്തേക്കാൾ കൂടുതൽ റൺ സ്കോർ ചെയ്യണം. ഷെഫാലിയും സ്മൃതി മന്ദാനയും ഹർമൻപ്രീതും റിച്ച ഘോഷും ഒക്കെ തകർത്തടിക്കണം. ഇതാണ് ആരാധകരുടെ ആഗ്രഹം. അത് നടപ്പിലാകുമോ എന്നറിയണമെങ്കിൽ 6:30 ടോസ് ഇടുമ്പോൾ ആർക്കാണ് ബാറ്റിംഗ് എന്നതറിയാൻ കാത്തിരിക്കണം. അമൽ. യെസ്, ഭാരതം ശ്രീലങ്ക 5ാം T20 ആണ് മത്സരം ഇന്ന് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മുതലാണ് പോരാട്ടം. ആദ്യ 4 കളികളും ജയിച്ച ഭാരതം പരമ്പര തൂത്തുവാരുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കാര്യവട്ടത്തു നിന്നും VS കൃഷ്ണരാജ്.